പ്രിയങ്കരായ ഈ വേദിയിലിരിക്കുന്ന നേതാക്കന്മാർ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിവിധ ക്യാമ്പസുകളിൽ നിന്ന്, പ്രദേശങ്ങളിൽ നിന്ന് വന്ന വിദ്യാർത്ഥിനികൾ, മറ്റ് സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും. വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഈ ക്യാമ്പസ് കോൺഫറൻസിൻ്റെ തിരക്കിട്ട സെഷനുകൾക്കിടയിൽ നിങ്ങളോട് സംവദിക്കാനായി എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ അഭിസംബോധനകൾ ചുരുക്കിയതാണ്. വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ഈ കാലത്ത് ധർമ്മസമരത്തിൻ്റെ വിദ്യാർത്ഥി കാലം എന്ന പ്രമേയം നിങ്ങളുടെ സമ്മേളനങ്ങളുടെ പ്രമേയമായി തിരഞ്ഞെടുത്തതിന് MSF കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ അറിയിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്താം. ധാർമ്മികതയും മൂല്യങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് നമ്മുടെ ധർമ്മത്തെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും നമ്മൾ മുറുകെ പിടിക്കേണ്ട മൂല്യങ്ങളെക്കുറിച്ചും ഓർമ്മപ്പെടുത്താൻ ആരെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടാവുക എന്നുള്ളത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് വിദ്യാർത്ഥി കാലഘട്ടമെന്ന് പറയുന്നത്, തങ്ങളുടെ കലാലയ കാലമെന്ന് പറയുന്നത്. ആ കാലത്തെ ഏറ്റവും മനോഹരമാക്കി തീർക്കാൻ, വിദ്യാർത്ഥി കാലഘട്ടത്തെ അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹമെന്ന് പറയുന്നത്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്തിനോട് സംവദിച്ചുകൊണ്ടായിരിക്കണം ഒരു വിദ്യാർത്ഥി സംഘടന തങ്ങളുടെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത്. അത്തരത്തിൽ വിസ്ഡം സ്റ്റുഡൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങളും ആശയങ്ങളും എല്ലാ തരത്തിലും കാലഘട്ടങ്ങളോട് സംവദിക്കുന്നതാണ് എന്നുള്ളതാണ് പുറമേ നിന്ന് ഇതിനെ നോക്കിക്കണ്ട ഒരു വ്യക്തി എന്നുള്ള നിലക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ മുന്നിൽ നിന്ന സമൂഹമാണ് വിദ്യാർത്ഥികളെന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ തൊട്ട് സ്വതന്ത്രാനന്തര ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ പോരാട്ടങ്ങൾ, അത് സാമൂഹ്യമായും സാംസ്കാരികമായും ഒക്കെ വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. എല്ലാ കാലത്തും പൊതുസമൂഹം വിദ്യാർത്ഥികളെ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കി കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വിഭാഗത്തിൽ നിന്ന് ഏറ്റവും ദൗർഭാഗ്യകരമായ ചില നടപടികൾ, പ്രവർത്തനങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളെ പുതിയ കാലത്ത് ചില തെറ്റായ പ്രവണതകളും തെറ്റായ ആശയങ്ങളും നയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ഭയപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മളുടെ ഒക്കെ മനുഷ്യ മനസ്സാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ചില സംഭവങ്ങൾ അരങ്ങേറിയത്. തിരുവനന്തപുരത്ത് ഒരു കൂട്ടക്കൊല നടത്തിയത് ഒരു ചെറുപ്പക്കാരനായിരുന്നു, ഒരു വിദ്യാർത്ഥിയായിരുന്നു. തൻ്റെ രക്തബന്ധത്തിൽപ്പെട്ട തൻ്റെ കുടുംബാംഗങ്ങളെപ്പോലും
കൊല ചെയ്യാൻ യാതൊരു മടിയും ആ ചെറുപ്പക്കാരൻ ഉണ്ടായില്ല എന്നുള്ളത് അത്യന്തം ഭീതിയോടുകൂടിയാണ് നമ്മൾ നോക്കിക്കണ്ടത്. നമ്മുടെ ചരിത്രത്തിൽ ഒരുപാട് കൂട്ടക്കൊലകളും കൊലപാതകങ്ങളും ഒക്കെ നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ സ്വന്തം അനുജനെ, സ്വന്തം ഉമ്മയെ, സ്വന്തം ഉമ്മുമ്മയെ, തങ്ങളുടെ കുടുംബത്തിലെ മറ്റംഗങ്ങളെ ചുറ്റിക കൊണ്ടടിച്ച് ക്രൂരമായി കൊല ചെയ്യാൻ മാത്രം നമ്മുടെ പുതിയ തലമുറയുടെ തലച്ചോറിനെ എന്തൊക്കെയോ ചില ആശയങ്ങളും ലഹരിയും കാർന്നു തിന്നു തുടങ്ങി എന്നുള്ള ഏറ്റവും ഭയാനകരമായ ഒരു വസ്തുത നമ്മൾക്ക് മുൻപിലുണ്ട്. അതിനും ആഴ്ചകൾക്ക് മുൻപാണ് നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ താമരശ്ശേരിയിൽ ഒരു ചെറുപ്പക്കാരൻ ക്യാൻസർ ചികിത്സ കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്ന തൻ്റെ മാതാവിനെ ഇടനെഞ്ചിലേക്ക് തടാര കുത്തിയിറക്കി കഴുത്തറുത്ത് കൊല ചെയ്തത്. കൊല ചെയ്തതിനു ശേഷവും മാധ്യമങ്ങൾക്ക് മുൻപിൽ ഫ്ലൈയിങ് കിസ് നൽകി എന്തിനാണ് കൊല ചെയ്തത് എന്നുള്ള ചോദ്യത്തിന് എന്നെ ജനിപ്പിച്ചതിനുള്ള പ്രത്യുപകാരമാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് സ്വന്തം ഉമ്മയെ കൊല ചെയ്തിട്ട് പോലും യാതൊരു തരത്തിലുള്ള പശ്ചാത്താപവുമില്ലാതെ കടന്നു പോകുന്ന യുവതലമുറ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലത്തിൽ, പുതിയ സമൂഹത്തിൽ തലമുറകളിലേക്ക് ചില തിരുത്തലുകളുടെ സന്ദേശങ്ങൾ നൽകേണ്ടതുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് നമ്മൾക്ക് നൽകുന്നത്. ലഹരി എന്ന് പറയുന്ന ഏറ്റവും ഭയാനകരമായ ഒരു പ്രവണത വിദ്യാർത്ഥികൾക്കിടയിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. അതൊരു ഭാഗത്ത് നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ കൂട്ടക്കൊലയുടെ പശ്ചാത്തലത്തിലടക്കം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില സിനിമകളുടെ അതിപ്രസരം, സിനിമകൾ നൽകുന്ന സന്ദേശത്തെക്കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഇറങ്ങിയ ചില സിനിമകൾ വയലൻസിനെ പ്രചരിപ്പിക്കുന്നതാണ്, അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് എന്ന് പലരും വിലയിരുത്തുകയുണ്ടായി. മനുഷ്യരെ യാതൊരു തരത്തിലുള്ള അറപ്പുമില്ലാതെ കൊല ചെയ്ത് കളയാൻ പുതിയ തലമുറയെ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് സിനിമകളുടെ ആവിഷ്കാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കള്ളു കുടിക്കുന്ന, ലഹരിയുടെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന നായകന്മാരെ നാടിൻ്റെ മകനായും സൽഗുണ സമ്പന്നനായും തലമുറകൾക്ക് മാതൃകയായും അവതരിപ്പിക്കപ്പെടുന്ന ആവിഷ്കാരങ്ങൾക്ക് മുമ്പിൽ ധാർമ്മികതയുടെ, നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളുടെ അന്തസത്ത പുതിയ തലമുറയിലേക്ക് പകരാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവകരമായ കാര്യമെന്ന് പറയുന്നത്. കേവലം ലഹരിയോ പുതിയ തലമുറയിലേക്ക് കടന്നു വരുന്ന സിനിമ ഉൾപ്പെടെയുള്ള ആവിഷ്കാരങ്ങളിലോ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറിച്ച് നമ്മുടെ ക്യാമ്പസുകളിൽ ഭയാനകരമായി പടർന്നുകൊണ്ടിരിക്കുന്ന ലിബറലിസത്തിൻ്റെ ഏറ്റവും അടുത്ത കാലത്ത് കൊറോണയ്ക്ക് ശേഷം നമ്മുടെ ക്യാമ്പസുകളിൽ പടർന്നു പിടിച്ച ലിബറലിസത്തിൻ്റെയും മതനിരാസത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെയും ഒക്കെ ബാക്കി പത്രമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും പ്രവൃത്തികളും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഏറ്റവും മനോഹരമായ സർഗാത്മകമായ മുദ്രാവാക്യങ്ങൾ നൽകിയ ക്യാമ്പസുകളിലാണ് നഗ്നതയും ലൈംഗിക വേഴ്ചകളും വരച്ചിട്ടുകൊണ്ട് നോക്കേണ്ട ഉണ്ണി, ഈ വരച്ചു വെച്ചിരിക്കുന്നത് ഞാനും നീയും എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ചാണ് എന്ന് പറയുന്ന ചുമർ ചിത്രങ്ങൾ കേരളത്തിലെ കലാലയങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടത്. യാതൊരു തരത്തിലുള്ള വേർതിരിവുകളും ഇല്ലാതെ തങ്ങളുടെ ജീവിതം ആഘോഷകരമാക്കുന്നതിന് വേണ്ടി വിശാലമായ അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യം വിദ്യാർത്ഥികൾക്ക് നൽകുന്നു എന്നുള്ള തരത്തിലേക്ക് മതനിരാസ പ്രസ്ഥാനങ്ങളും ലിബറൽ പ്രസ്ഥാനങ്ങളും പുതിയ തലമുറയെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന, സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് അതിനോട് മറുപടി പറയേണ്ടത് നമ്മുടെ അസ്തിത്വത്തിലേക്ക്, നമ്മുടെ സ്വത്വങ്ങളിലേക്ക്, ധാർമ്മികമായ മൂല്യങ്ങളിലേക്ക് മടങ്ങിപ്പോയി തന്നെയാണ്. നമ്മൾക്കറിയാം, നമ്മളൊക്കെ പരിചയിച്ചിരുന്ന, നമ്മളൊക്കെ പഠിച്ചു വന്നിരുന്ന എല്ലാ മൂല്യങ്ങളെയും തകിടം മറിച്ചുകൊണ്ട് പുതിയ കാലം അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കലാലയങ്ങളിൽ ആണും പെണ്ണും ഒരുമിച്ചിടകലർന്നിരിക്കുന്നതിനെ ക്ലാസിൻ്റെ സുഗമമായ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അതിനെ വിലക്കുന്ന അധ്യാപകരെ പുരോഗമന വിരുദ്ധരായി ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടം, മത അധ്യാപനങ്ങൾ നൽകുന്നവരെ ഭീകരവാദികളായി ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടം. അത്തരത്തിൽ ഏറ്റവും മലീമസമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്യാമ്പസ് പരിസരങ്ങളിലേക്ക്
ധാർമ്മികമായ മൂല്യങ്ങൾ നൽകേണ്ടത്, ധാർമ്മികമായ മൂല്യങ്ങൾ പ്രചരിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾക്കറിയാം, ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടം കലാലയങ്ങളിൽ ഉണ്ടാകുന്നതിന് വേണ്ടി, ആസ്വദിക്കുന്നതിന് വേണ്ടി കടന്നു ചെല്ലുന്ന വിദ്യാർത്ഥികളെ ഒക്കെ അതിരില്ലാത്ത സ്വാതന്ത്ര്യം പ്രദാനം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട്, അതിരില്ലാത്ത അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ചില പ്രസ്ഥാനങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ കടന്നു വരുന്നതിന് വേണ്ടിയുള്ള ക്ഷണങ്ങൾ ഉണ്ടാവുകയാണ്. വിദ്യാർത്ഥികൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. നമ്മൾക്കറിയാം, പുതിയ കാലത്ത് രാത്രി ഇരുട്ടുവോളം അർദ്ധരാത്രിയിൽ DJ പാർട്ടികളിൽ വിദ്യാർത്ഥികൾ സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കപ്പെടുകയാണ്. അത് നമ്മുടെ സംസ്കാരത്തിന്, ധാർമ്മികമായ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പറയുന്നവരെ പുരോഗമന വിരുദ്ധരായി ചിത്രീകരിക്കപ്പെടുകയാണ്. DJ പാർട്ടികളുടെ മറവിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നഗരങ്ങളിൽ ലഹരിയുടെ കുത്തൊഴുക്ക് നടക്കുന്നുണ്ട് എന്ന് പുതിയ കാലത്ത് ഗവൺമെന്റ് സംവിധാനങ്ങൾ ഉൾപ്പെടെ പറയുകയാണ്. നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളുടെ ഭാഗമായി തലയിൽ തട്ടമിടുന്ന വിദ്യാർത്ഥികളോട് ആ തട്ടം ഊരിവെക്കുന്നതാണ് പുരോഗമനമെന്ന് ചിലർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. തട്ടം ഊരിവെക്കുന്നത് പുരോഗമനമാണെന്നും അത് ഞങ്ങൾ ഉണ്ടാക്കിയ നേട്ടമാണ് എന്നും ചില പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുകയാണ്. കേരളത്തിലെ കലാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ അവകാശ പോരാട്ടം എന്ന് പറയുന്നത് കേവലമായ സർക്കാരിന്റെ, ഗവൺമെന്റിന്റെ നീതികേടുകൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾ മാത്രമല്ല, മറിച്ച് വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ മതവിശ്വാസങ്ങളും ധാർമ്മികമായ മൂല്യങ്ങളും പിന്തുടരാൻ കൂടിയുള്ള ഒരു അഭിപ്രായത്തിനും അവകാശത്തിനും വേണ്ടിയുള്ള പോരാട്ടമാണ് എന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ മറന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ഗൗരവകരമായ വസ്തുത കൂടി നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ട്. നമ്മൾക്കറിയാം, സ്വന്തം അമ്മയുടെ കഴുത്തറുത്ത് കൊല ചെയ്യാൻ മക്കൾ മടിക്കാത്ത കാലത്ത് മാതാവിന്റെ കാലിനടിയിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച വിശ്വാസ പ്രമാണങ്ങൾ മുറുകെ പിടിക്കുക എന്നുള്ളത് മാത്രമാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾക്ക്, ലഹരിയുടെ അതിപ്രസരങ്ങൾക്ക് നമ്മൾക്ക് നൽകാനുള്ള മറുപടി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുതിയ കാലത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ തെറ്റായ വഴികളിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ അജണ്ടകൾ നമ്മുടെ സാമൂഹിക പരിസരങ്ങളിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞു നടക്കേണ്ടത് നമ്മുടെ വേരുകളിലേക്ക് തന്നെയാണ്. ആ വേരുകളെക്കുറിച്ച് നമ്മുടെ സമൂഹം കാലങ്ങളായി കൈവരിച്ച പുരോഗതിയുടെ നവോത്ഥാനത്തിന്റെ പടവുകളിലേക്ക് തിരിച്ചു നടക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണമെന്നുള്ളതാണ്. നമ്മൾക്കറിയാം, പുതിയ കാലത്ത് വസ്ത്രം ഉരിഞ്ഞെറിയുന്നതിന് വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടി ചിലർ ആർത്തട്ടഹസിക്കുന്ന സമയത്ത് കേരളം എന്ന് പറയുന്ന നാടിന്റെ ചരിത്രം എന്ന് പറയുന്നത് മാറുമറക്കുന്നതിന് വേണ്ടിയുള്ള അവകാശത്തിന് വലിയ പോരാട്ടങ്ങൾ നടന്ന മണ്ണാണ് എന്ന് തിരിച്ചു പറയാനുള്ള സാമൂഹികമായ പ്രതിബദ്ധതയും കൃത്യമായ അവബോധവും നമ്മൾക്കുണ്ടാകേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് പുതിയ കാലത്തോട് നമ്മൾക്ക് വിളിച്ചു പറയാനുള്ളത്. അതുകൊണ്ട് കാലത്തിന്റെ വെല്ലുവിളികൾ കേട്ടുകൊണ്ട് പുതിയ കാലത്തിനനുസരിച്ച് നമ്മുടെ ധാർമ്മികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ, നമ്മുടെ സമൂഹത്തിനെ ഗുണപരമായ രൂപത്തിൽ നടത്താൻ, നമ്മുടെ ക്യാമ്പസുകളിലെ തെറ്റായ പ്രവണതകൾക്കെതിരെ നമ്മുടെ ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, വിശ്വാസ പ്രമാണങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഈ ക്യാമ്പസ് കോൺഫറൻസ് ഊർജ്ജം പകരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ക്യാമ്പസ് കോൺഫറൻസിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.